ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ഈ 20-ാം തീയതി വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മണ്ണിന്റെ ഗുണമേന്മ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി സയന്റിസ്റ്റുകളെ വെച്ചിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ചുള്ളി ഫാമിന്റെ നേതൃത്വത്തിൽ ബിനോയ് VC ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ ഈ മണ്ണിലെല്ലാം വർഷങ്ങളായിട്ട് വളപ്രയോഗത്തിന്റെ ഭാഗമായിട്ട്, അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പ്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് മണ്ണിന്റെ ഘടനയൊക്കെ മാറിപ്പോയി. ജൈവ കൃഷിയിൽ നിന്ന് നമ്മൾ മാറിയതോടുകൂടി മണ്ണിൽ നമ്മൾ കൃഷി ചെയ്താലും പല വൃക്ഷങ്ങളിൽ നല്ല വിളവ് നമുക്കിപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊന്ന് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഏജൻസികളും ഒക്കെ മണ്ണിന്റെ ഘടനാപരമായ പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ കണ്ടെത്തിയത് മണ്ണിന്റെ pH നിരക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ pH നിരക്ക് വർദ്ധിച്ചെങ്കിൽ മാത്രമേ കൃഷിയിൽ നിന്ന് ആദായകരമായ വിളവ് നമുക്ക് ലഭിക്കൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിപ്പോ അറിയാം, നമ്മള് ഇപ്പം കൃഷി ചെയ്യുന്ന വിളവുകൾ, ഒരു തെങ്ങിൽ നിന്ന് 100-150 തേങ്ങ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നൊരു തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 50-ൽ താഴെ തേങ്ങകൾ മാത്രമാണ്. അപ്പൊ തേങ്ങയ്ക്ക് ഇപ്പൊ വിപണിയിൽ വിലയുണ്ടെങ്കിലും കർഷകന് അതുകൊണ്ട് ഗുണമില്ല. അതുപോലെ തന്നെ റബ്ബർ കൃഷിയിൽ നിന്ന് 100 മരത്തിൽ നിന്ന് 8 കിൻഡൽ ഷീറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ നേർപകുതിയായിട്ട് മാറി. അപ്പം വിലയുണ്ടായ വിലയിടുവാണ്. ഉള്ള വിലയിൽ നമ്മൾ കൃഷി ചെയ്താലും നമുക്ക് ഉൽപാദന ചെലവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് ലാഭകരമല്ല. അതുപോലെയാണ് അടയ്ക്കാടി ആയാലും കശുമാവിന്റെ ആയാലും മറ്റ് എല്ലാ കൃഷികളുടെയും വിളവ് വളരെ താഴോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കൃഷിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനും കൃഷിക്കാരന് കൃഷി ചെയ്താൽ ആദായകരമായ വിളവ് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുക, മണ്ണിന്റെ pH എങ്ങനെ ഉയർത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ കർഷകരും ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കണം. അതിന്റെ ഒരു അറിയിപ്പാണ് ഈ പത്രസമ്മേളനം എന്ന് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രം മറ്റു മേഖല എന്നതുപോലെ തന്നെ കാർഷിക മേഖലയിലും വലിയ പുരോഗമനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ശാസ്ത്രീയ നേട്ടങ്ങൾ സാധാരണ കർഷകരിൽ എത്തുന്നില്ല. ഈ ശാസ്ത്രീയ നേട്ടങ്ങൾ കാർഷിക മേഖലയിലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചുള്ളി ഫാം ക്ലബ്ബ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കർഷകരെ എല്ലാം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ടെക്നിക്കൽ നൈറ്റ് എന്ന പേരിൽ ഒരു ഈവനിങ് പ്രോഗ്രാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അവരുടെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കാൻ കഴിയുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചകൾ അതുപോലെ സെമിനാറും നടത്തുന്നത്. അതോടൊപ്പം ഈ സെമിനാറിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്ന് റിട്ടയർഡായ സയന്റിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ സാറിന് ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അദ്ദേഹം കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഒത്തിരി ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഈ പ്രദേശത്തൊക്കെ വന്ന് കർഷകർക്ക് ക്ലാസ് എടുക്കുകയും അവരെ അറിവുകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനുള്ള ഒരു ആദരവും കൂടെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരം എല്ലാ കർഷകരും പരമാവധി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.